ബോൾട്ടിന്റെ ഏതൊരു ഇയർബഡ് നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് ഉണ്ട്. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിമിംഗ് ഇയർബഡ് ഇതുവരെ അങ്ങോട്ട് അവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഈ ഒരു അമ്മോ വരുന്നതിന് മുന്നേ. എന്തായാലും 1199 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ ഈ ഒരു അമ്മോ മേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1399 രൂപ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഗെയിമിംഗ് ഇയർബഡ് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഈ ഒരു അമ്മോ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ഓഡിയോ അമ്മോ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ പൊതുവെ നമ്മൾ ഏതൊരു ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ് നോക്കുന്നെങ്കിലും കുറച്ചൊരു ബൾക്കി ഫീൽ ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. അത്യാവശ്യം നല്ല ബൾക്കിയാണ് കേട്ടോ ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് LED സ്ട്രിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്, അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഗെയിമിംഗ് ആംബിയൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് മൂഡ് കൊണ്ടുവരുന്ന രീതിക്ക് തന്നെയാണ് ഒരു കേസിന്റെ ലുക്ക് എന്ന് പറയുന്നത്. കൂടാതെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനും ഇതങ്ങനെ വലിയ ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. കൂടാതെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 150 മിനിറ്റും ഇതിന് ടോട്ടൽ പ്ലേ ടൈം കിട്ടും കേട്ടോ. 5 വാട്ട്സിന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ 10 വാട്ട്സ് യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ. 40 മിനിറ്റ് ആണ്. ഇത് എത്ര mAh നടത്തില്ല, എന്തായാലും അത്രയും നമുക്ക് 100% ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഇയർബഡുകളുടെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ട കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ബ്ലൂ, ഒരു സ്കൈ ബ്ലൂ കളർ ഇങ്ങനെ കത്തി അണയുന്നത് നമുക്ക് കാണാം. എന്തായാലും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി നമ്മൾ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. കണക്ടിവിറ്റിന്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കണക്ടിവിറ്റി എന്താ പറയുക കണക്ട് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കണക്റ്റും ഒക്കെ ആവുന്നുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ ഇവിടെ എടുത്ത് പറയാനുള്ള നമ്മുടെ കേസ് പോലെ അത്യാവശ്യം നല്ല ബൾക്കിയാണ് ഇയർബഡ്. പക്ഷേ കാണാൻ മാത്രമേ ഉള്ളൂ, എന്നാൽ വെയിറ്റ് അത്രയ്ക്കില്ല. കൂടാതെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്, അതിനൊന്നും വേറൊരു സംശയമില്ല. ഏറ്റവും പുറകിലായിട്ട് ഏറ്റവും മുകളിൽ കണ്ട 3 ഭാഗങ്ങളായിട്ടാണ് ടച്ച് സെൻസേഴ്സ്. അവിടെ എവിടെ ടച്ച് ചെയ്താലും ടച്ച് വർക്ക് ആവുന്നുള്ളതിലും വേറൊരു സംശയമില്ല. കൂടാതെ അതിന് തൊട്ടടിയിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഏറ്റവും പുറകിലത്തെ ഭാഗമാണ് മാത്രമാണ് മാറ്റ് ഫിനിഷ്, ബാക്കിയെല്ലാം തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. കൂടാതെ ആ ഒരു വെയറിംഗ് കംഫർട്ട് എന്നൊക്കെ പറയുന്നത് ഇത് എൻ്റെ ചെവിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കാണുക, ഒരാളെ വിളിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നമില്ല. ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. 1 മണിക്കൂറോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ വലിയ ഡിസ്കംഫർട്ടോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചിലപ്പോൾ ചെറിയ ചെവികളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ, അതായത് കൊച്ചുകുട്ടികൾക്ക് ഇത് വെക്കുമ്പോഴത്തേക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ചെവിയിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതും ഉറപ്പില്ല, നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 7 to 8 hours ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ആ ഒരു സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഉപയോഗിച്ചപ്പോഴും എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു 7 to 8 hours കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെയും എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇയർബഡിലും അതുപോലെ തന്നെ ഇയർബഡിലെ കേസിലും എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും മെൻഷൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്നുള്ളത്. പൊതുവെ പണ്ടും ഇവർ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ തുടങ്ങിയോന്ന് അറിയത്തില്ല. ഇയർബഡുകളുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗം കണ്ട, ആക്ച്വലി ഇത് ടച്ച് സെൻസേഴ്സ് ആണ്. നമ്മൾ അതിൽ എവിടെ തൊട്ടാലും അങ്ങോട്ട് ടച്ച് വർക്ക് ആവുന്നതാണ്. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ മ്യൂസിക് പ്ലേ ആവും, അതുപോലെ തന്നെ പോസ് ആവും. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. ഇനി വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ 3 പ്രാവശ്യം വലുതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ആവും. അതേപോലെ തന്നെ 3 പ്രാവശ്യം ഇടതിൽ ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കണ്ട. ഇനി അതല്ല, നമ്മൾ 4 പ്രാവശ്യം അതിപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു 40ms കോമ്പാക്ട് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. ഇനി അതല്ല, വലുതിലും ഇടതിലും ഏതിലാണെങ്കിലും ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ അമ്മോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻടോണിനകത്ത്. ഇതിനകത്ത് ആക്ച്വലി ഡ്യുവൽ മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്കൊരു ഒറ്റ മൈക്ക് കൂടെ ഉള്ളൂ. അപ്പോ നമ്മളൊരു കോളിംഗ് പർപ്പസ്, ഇപ്പോൾ ഓക്കെ ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആണ്, എന്നാൽ പോലും നമ്മളൊരു കോളിംഗ് പർപ്പസിനും കൂടെ ആയിട്ടാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ അത് വർത്ത് ബൈങ് ആകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ഔട്ട്പുട്ട്?
അത് പിന്നീട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉള്ളത് തന്നെ നമ്മൾ 100% പാട്ടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു 90 അല്ലെങ്കിൽ 95% പാട്ടുകളിലും. എന്നാൽ ചില പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുകൊണ്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊരു ബജറ്റ് ഇയർബഡ് ആണ്. പിന്നെ ഒരു മ്യൂസിക് ക്വാളിറ്റിയിൽ എടുത്തു പറയണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ബേസ് ലെവർ ആണെങ്കിൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളിൽ അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് തന്നെ ഔട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നോർമൽ ഒരു ബേസ് ആണെങ്കിൽ അത് ഭയങ്കര രീതിക്ക് അത് ഡോമിനേറ്റ് ആവത്തില്ല കേട്ടോ. കൂടാതെ ഒരു മോണോ ഔട്ട്പുട്ട് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ പൊതുവെ ഒരു ഗെയിമിംഗ് ഇയർബഡുകളിലൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോണോ ഔട്ട്പുട്ടാണ്. സ്റ്റീരിയോ ഭയങ്കര സംഭവം ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നുന്നു അത് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കാം ഈ ഒരു മോണോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് സ്റ്റീരിയോ ഇല്ലെന്നുള്ളതല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് സ്റ്റീരിയോ ഉണ്ട്. ഒരു മ്യൂസിക് ലവർ പ്ലസ് ഗെയിമിംഗ് ഇയർബഡ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റില്ലെന്ന് പറയത്തുള്ളൂ. കുറ്റം പറയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ചെയ്തും പറയാൻ പറ്റത്തില്ല. ഒരു എബവ് ആവറേജ് ക്വാളിറ്റിയാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ഉണ്ട്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും വാറന്റി കിട്ടത്തില്ല. കൂടാതെ നമ്മളിവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1 വർഷം പ്ലസ് ഒരു 3 മാസം, അതായത് 15 മാസം നമുക്ക് വാറന്റി കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വാറന്റിയുടെ കാര്യത്തിൽ നമുക്കിതൊരു നല്ലൊരു സാധനം തന്നെ എന്നുള്ളൊരു വേറൊരു സംശയമില്ല. പിന്നെ നമ്മുടെ കോമ്പാക്ട് മോഡ് 40 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം അത് വർക്കൗട്ട് ആവുമെന്ന് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ ഒരു ഫയർ ചെയ്തിട്ട് കൈ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സിംഗിൾ ടാപ്പിൽ കണ്ട ഡിലേ അങ്ങോട്ട് അറിയുന്നതേ ഇല്ല. എന്നാൽ സ്പ്രേ ചെയ്യുമ്പോൾ അത് പൊതുവേ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെയാണ് കണ്ട ചെറിയൊരു പൊടിക്കിടില്ലേ. എന്തായാലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ ഈ ഒരു 40 ms വെച്ചിട്ട്. പിന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളത് പോലെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇതുപോലെ 40 ms ആണെങ്കിൽ, ഇനി അതല്ല 35 ms ആണെങ്കിൽ പോലും ചിലപ്പോൾ ഡിലേകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിമുകൾ കളിക്കാനും പറ്റും. പിന്നെ 40 ms എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക സ്പെക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഇയർബഡുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ലെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. പിന്നെ മൂവീസ് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇന്റർണൽ എക്സ്റ്റേണൽ പ്ലെയറിലുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും യാതൊരുവിധ ഡിലേയും ഇല്ല. ഇനി അവിടെയും ഡിലേ ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോൾട്ട് ഓഡിയോ അമ്മോനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1199 സ്പെഷ്യൽ ലോഞ്ച് ഓഫറാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1399 രൂപയാണ്. എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഗെയിമിംഗ് ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ബോൾട്ട് ഓഡിയോ അമ്മ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഇയർബഡ് വേണം, അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ തന്നെ വേണം, കൂടാതെ എന്താ പറയുക 40 ms ലോ ലേറ്റൻസി വേണം. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ആണ് കേട്ടോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. 1500 രൂപയ്ക്ക് 40 ms വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്റർ ആണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഗെയിമിംഗ് ഇയർബഡ് എന്നുള്ള സംഭവത്തിൽ, അതായത് ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ആ ഒരു ഫീലൊക്കെ കൊണ്ടുവരുന്ന രീതിക്കുള്ളൊരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതർവൈസ് മറ്റുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ബോൾട്ടിൽ തന്നെ അവരുടെ 40 ms ഉള്ള മറ്റുള്ള ഏതെങ്കിലുമൊക്കെ നോക്കുക, അല്ലെങ്കിൽ 45 ms ഉള്ളത് ഏതെങ്കിലുമൊക്കെ നോക്കുക, അല്ലെങ്കിൽ ബോൾട്ടോ ഏതാണെങ്കിലും റിയൽമി ആണെങ്കിലും ഏതാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നോക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് ഓഡിയോ അമ്മോനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു അമ്മോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതങ്ങോട്ട് വാങ്ങിക്കാൻ കേട്ടോ. ഞാൻ എന്തായാലും വാങ്ങിച്ച 1199 രൂപയ്ക്കാണ്. അതിനേക്കാളും കാശ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.